പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തീയ വേദപുസ്തക സാരസംഗ്രഹങ്ങൾ നമ്മൾ കൂടെ അതിൽ സാക്ഷരത നേടിക്കഴിയുമ്പോൾ അതിൻ്റെ ആധ്യാത്മികമായ സാങ്കേതിക വിദ്യകളുണ്ട്. അതുകൂടി സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ വളരത്തുള്ളൂ. ദൈവസമ്പർക്കം വളരെ ക്രിസ്തീയതയിൽ ദൈവസമ്പർക്കം വളരെ എളുപ്പമാണ്. എന്നുവെച്ചാൽ ഇപ്പം നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി, ദൈവം നിന്നെ സഹായിക്കും. ക്രിസ്തീയതയിൽ ദൈവത്തിൻ്റെ പേര് സഹായകനെന്നാണ്. ശരിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിന് സഹായത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട്, ഒരു ഔട്ട്ലെറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഏത് വിധേനയും നമ്മൾ അകപ്പെട്ടു പോയാൽ നമ്മളെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സിൽ നിന്നാണ് ഈ സഹായകൻ എന്നുള്ള കോൺസെപ്റ്റൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈശോ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സഹായകൻ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജോലി എന്താണ്? നമ്മളെ സഹായിക്കുകയാണ്. നിങ്ങളെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ആദ്യം വരണത് ഈ സഹായകൻ്റെ കൗണ്ടറിലാണ് വരണത്. കർത്താവിൻ്റെ മൗലികമായ ദൈവത്തിൻ്റെ മൗലികമായ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഒന്നാണ് സഹായം. അമ്മയിലൂടെ പോലും നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ ദൈവത്തിൻ്റെ പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരു പ്രത്യേക പ്രയാസത്തിൽ വീണ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. അത് ഇസ്രയേലിൻ്റെ ഒരു അനുഭവമാണ്. ഇസ്രയേലിന് യഹൂദന്മാർക്ക്, അവരാണല്ലോ ഈ വെളിപാടിൻ്റെ ആദ്യത്തെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവരും ദൈവത്തെ മനസ്സിലാക്കിയിരിക്കണത് തക്ക സമയത്ത് സഹായിക്കുന്നയാളെന്നാണ്. അതുകൊണ്ട് അവിടെ ഈ കാർഷിക വിളകളെല്ലാം നശിച്ച് നാട് നാറാണക്കല്ല് പറിക്കണ ഒരു സമയത്ത് അമ്മമാർ കുഞ്ഞുങ്ങളെ തന്നെത്താൻ പുഴുങ്ങി തിന്നുമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പുഴുങ്ങി തിന്നണ കാലം. അത്രയ്ക്ക് മനുഷ്യൻ വിശന്നിട്ട് ആക്രാന്തം കയറി, കണ്ണിൽ ഭ്രാന്ത് കയറിയ കാലം. നാട് മുഴുവൻ ഒരു രക്ഷയുമില്ല, വെള്ളം കിട്ടാൻ പോലും മാർഗമില്ലാഞ്ഞ ആക്രാന്തത്തിൻ്റെ കാലം. അപ്പം ആ കാലത്ത് ഒരു മനുഷ്യൻ ഇസ്രയേലിലെ രാജാവിനെ കാണും. രാജാവിനെ കാണുമ്പോൾ രാജാവാണല്ല സഹായിക്കേണ്ടത്. അപ്പം ഈ മനുഷ്യൻ പറയും, രാജാവേ സഹായിക്കണമെന്ന് പറയും. അപ്പോൾ രാജാവ് എന്താ പറയണത്? നമ്മുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ടത്. കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയും? 2 രാജാക്കന്മാർ 6:27. അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ. രാജാവ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? ഇപ്പം നമ്മളെ സർക്കാർ നിസ്സഹായമായി നിൽക്കുന്ന സമയമുണ്ട്.
ഇപ്പോൾ തുടങ്ങിയതല്ലത്, എല്ലാ കാലങ്ങളിലും ഉണ്ട്. ജനങ്ങളെ ഭരിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർക്കാർ തന്നെ ചില വിഷയങ്ങളിൽ നിസ്സഹായമായി നിൽക്കും. അത് ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളെത്ര ഇന്ന് കാണുന്ന പല ആൾക്കാരും നമ്മൾ സമാധാന കാലത്ത് മാത്രമാണ് അവർക്ക് അവിടെ അധികാരം പ്രയോഗത്തിൽ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് സമാധാന കാലത്ത് വലിയ അധികാര സഹായങ്ങൾ ആവശ്യമില്ലതാനും. അതാണ് രസം. സുനാമി വന്ന ദിവസം ഞാൻ രണ്ടാമത്തെ സുനാമി അടിക്കുമ്പോൾ 2000 ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ സുനാമി അടിക്കണ സമയത്ത് ഞാൻ അഴീക്കൽ നിൽക്കുമ്പോഴുണ്ട് അവിടെ ഗൗരിയമ്മ എന്ന മന്ത്രിയാണ്, നാട്ടിലുണ്ട്. കുറേ പോലീസുകാരുമായിട്ട് വന്ന് അഴീക്കൽ ഇറങ്ങേണ്ട സമയത്ത് തന്നെ റേഡിയോ ടി വിയിലൊക്കെ എല്ലാം വേളാങ്കണ്ണി പള്ളി വരെ കടൽ കയറണതും പിന്നെ എല്ലായിടത്തും ആൾക്കാരും മരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കടപ്പുറത്തുനിന്ന് കുടിയൊഴിഞ്ഞ് കിട്ടിയത് ആടെങ്കിൽ ആട്, പശുവെങ്കിൽ പശു, കിട്ടിയതൊക്കെ എല്ലാം എടുത്ത് ഓട്ടോറിക്ഷയായാലും പെട്രോറിക്ഷയായാലും സൈക്കിളിൻ്റെ പുറകിലൊക്കെ ജനം ഇങ്ങനെ പലായനം ചെയ്യണ കാഴ്ചയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആദ്യം കണ്ടതാണ് ഇങ്ങനെ ജനം ഇങ്ങനെയാണ് കൂട്ടത്തോടെ കുടിയൊഴിഞ്ഞു പോണത് എങ്ങനെയാണെന്ന്. ആ സമയത്താണ് ഗൗരിയമ്മയും കുറേ പോലീസുകാരും കൂടി വന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. മൂന്നാമത്തെ തിര ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ ആൾക്കാർ അലറി കടപ്പുറത്ത് കിടന്നുണ്ട്. അപ്പം തന്നെ ഗൗരിയമ്മ ഒരു കണക്കിന് ഒരു കാല് അകത്ത് വെച്ച് ഒരു കാലം പുറത്ത് വെച്ച് ഒരു കണക്കിന് കാറും കൊണ്ട് അവിടുന്ന് പോലീസുകാരെല്ലാം കൂടി ഓടിക്കളഞ്ഞു അവിടുന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മന്ത്രിയാണെങ്കിലും ഒന്നും ചെയ്യാനില്ല, അവിടെ നിസ്സഹായനാണ്. ആരായാലും നിസ്സഹായനാണ്. അപ്പോൾ എനിക്കൊരു പേടി വന്നത് ജനമിങ്ങനെ കൂട്ടത്തോടെ പലായനം ചെയ്യണ കണ്ടപ്പോഴെനിക്ക് ഭയങ്കര പ്രയാസമായി. കാര്യം ഇനി ജനം തിരിച്ചു വരത്തില്ലേ, ഇനി എന്താണ്, കടൽ കയറി വരികയാണ്, മൂന്നാമത്തെ കയറ്റം കയറി കഴിഞ്ഞാൽ നാട് മുങ്ങിപ്പോവുക. അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായത് ഈ മദർ തെരേസയുടെ കുറേ കന്യാസിമാരാണ്. അവർ 3-4 പേര് മനക്കോടത്തു നിന്ന് വന്ന് അഴീക്കാൻ നിൽക്കുകയാണ് ഈ ദുരന്തം കണ്ട്. ഞാൻ ഉടനെ, അവർ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉള്ളവരാണല്ലോ, ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ അവർ നല്ല പ്രവർത്തനങ്ങളുള്ള ആൾക്കാരാണ്. അപ്പം പ്രവർത്തനം പ്രയോഗം എല്ലാം പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവർക്ക് ബലമുണ്ടാകും, ദൈവതിരുസന്നിധിയിൽ അവർക്ക് ബലമുണ്ട്. അപ്പം ഞാൻ ഉടനെ അവരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എന്താ വെച്ചാൽ വേറെ അവിടെ കാഴ്ചക്കാരിക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ ആൾക്കാർക്കല്ലാതെ അവിടെ ഒന്നും ചെയ്യാനില്ല. അത് നമ്മൾ കണ്ടതാണ്, നേരെ കണ്ട സംഭവമാണ്. അപ്പം ഞാൻ 4 കന്യാസിമാരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ മുട്ടിൽ നിന്നിട്ട് ഇവരുടെ ഈ കന്യാസിമാരുടെ കൈ അപ്പുറത്തും കോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞുറയും ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, കടലിന് ഓടാമ്പൽ വെച്ചത് നീയാണെന്ന്. നീ ഇന്ന് ഓടാമ്പൽ വെച്ചില്ലെങ്കിൽ ഈ ജനം ഉണ്ടാകത്തില്ല. അതായത് കടലിന് ഓടാമ്പൽ വെക്കുന്നത് കർത്താവാണെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. ഈ വചനങ്ങൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം തക്ക സമയത്ത് നമുക്കത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഒരു സഹായം തന്നതാണ്. എന്താണ്, ഈ വചനം ഓർക്കടാ, ഈ വചനം ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം ഞാൻ ഓർത്തപ്പോഴേ അത് സഹായമാണ് ശരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വചനം ഓർപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത്. എന്താണ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പം ഈ അനുസ്മരണ ഒരു സഹായമായിട്ടാണ് അവിടെ വെളിപാട് കൊള്ളണത്. നിങ്ങൾക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ വേണം. കാര്യം നമ്മൾ വായിത്തൊന്നേ വിളിച്ച് പ്രാർത്ഥിക്കണ പോലെ അല്ല വചനം പ്രാർത്ഥിക്കണത്. വചനം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലുള്ളത് എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ
അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനമാണത്. അപ്പോൾ ദൈവം ഇപ്പം നമുക്കറിയാമല്ലോ, ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും നമുക്ക് ഇഷ്ടമുള്ള പോയി ചോദിക്കാൻ പറ്റത്തില്ല. ബ്ലോക്കിൽ ചെന്നിട്ടും പറയാണ് എനിക്ക് ആസ്ട്രേലിയയിൽ പോകണം, കുറച്ച് ലോൺ തരാൻ പറഞ്ഞാൽ പറയും അത് നിങ്ങൾ പോലെ ബാങ്കിൽ പോയി അന്വേഷിക്കാൻ പറയും. ബ്ലോക്കുകാരെ തരുക. ഇവിടെ വല്ല ഇറച്ചിക്ക് ഒഴിയുക, പശുവിനെ കുത്തുവെക്കുക, വല്ല പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യാം. അത് ബ്ലോക്കിൽ ചെന്നിട്ട് നമ്മൾ ഉടനെ ആസ്ട്രേലിയയിൽ പോകണം ലോൺ തരണമെന്ന് അവർ തരത്തില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ പ്രൊവിഷൻ ഇല്ല. നമ്മളെപ്പോഴും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത്, ദൈവവചനത്തിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ് നിനക്ക് കിട്ടണമെന്നറിയാം. നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടില്ലേ? അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ അരമണിക്കൂർ ഇങ്ങനെ നിങ്ങൾ നോവൽ വായിക്കണ പോലെ വായിച്ചു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു 5 മിനിറ്റ് വായിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് വായിക്കണം. പിടികിട്ടിയ 5 മിനിറ്റ് വായിക്കണം. വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആവർത്തിച്ച് വായിക്കണം. ആവർത്തിച്ച് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങൾക്ക് അനോയിൻറ്റിങ് കിട്ടും.